നല്ല കർത്താവിനെ ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈ പ്രഭാതത്തെ എന്നെ ശ്രവിക്കുന്നവർക്കും വേമരുത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 40:1. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞെൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. നാം വായിക്കുന്നത്, നാശകരമായ കുഴിയിൽ വീണ് തൻ്റെ കാലുകൾ കുഴിഞ്ഞ ചേറ്റിൽ ആണ്ടുപോയ സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തിൽ അതിൽ നിന്നൊരു വ്യത്യാസം വരുവാൻ, അതിൽ നിന്ന് രക്ഷപാടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ടും ദൈവം തൻ്റെ സഹായകസ്തം നീട്ടി തന്നെ അതിൽ നിന്ന് വിടുവിച്ച് ഒരു സുസ്ഥിരമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഭവമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ എങ്ങനെ ആര് എന്നെ സഹായിക്കുമെന്ന് ചിന്തിക്കുന്ന, ആലോചിക്കുന്ന അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും പക്കാലം ഈ വചനം കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു. ആമേശ്വരം നമ്മെ വിടുവിപ്പാൻ കർത്താവിന് കഴിയും. കൃപാകാലം വിശ്വാസത്തോടെ ദൈവസന്നിധി കടന്നു വരുന്നെങ്കിൽ ഏതവസ്ഥയാണെങ്കിലും, ലോകത്തിൻ്റെ പാപത്തിൻ്റെ വഞ്ചനയുടെ ചതിക്കുഴിയിലാണെങ്കിലും, ജീവിതത്തിലെ ഭാരങ്ങളുടെ, രോഗങ്ങളുടെ, വേദനയുടെ അനുഭവത്തിലാണെങ്കിലും കൃപാകാലം ദൈവസന്നിധിയിൽ നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണെങ്കിൽ നമ്മളെ പൂർണ്ണമായി വിടുവിപ്പാൻ നമ്മുടെ ദൈവം മതിയായനാണ്. നമ്മുടെ പ്രാർത്ഥന കേൾപ്പാതിരിപ്പാൻ ദൈവത്തിൻ്റെ കാത് മന്ദമായിട്ടില്ല. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാതിരിപ്പാൻ കർത്താവിൻ്റെ കരം കുറുകിയിട്ടുമില്ല. അവിടെ നിന്നല്ലേ ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്, മാറ്റമില്ലാത്ത ദൈവമാണ്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാക്കുമാറാത്തനാണ്. എല്ലാ കാലത്തും നമ്മെ സഹായിപ്പാൻ നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. ആമേൻ, സ്തോത്രം. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ആമേൻ, സ്തോത്രം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ച കർത്താവ് അവൻ്റെ രക്തത്താൽ നമുക്ക് നീതീകരണം തന്ന്, ദൈവത്തോട് നിരപ്പ് തന്ന്, ദൈവമക്കളായി തീരുവാൻ അനുഭവം തന്നെങ്കിൽ, അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരുന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികം രക്ഷിക്കപ്പെടും. ആമേൻ, സ്തോത്രം. ജീവിത സാഹചര്യങ്ങളിലെ, കയ്പിൻ്റെ അനുഭവങ്ങളിലെ, കുഴിയുടെ അനുഭവങ്ങളിലെ, ചേറിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആമേൻ, സ്തോത്രം, അവരുടെ ജീവിതത്തിൽ പിന്നീടും ചിന്തിക്കാത്ത നിമിഷങ്ങളിൽ പല ഭാരത്തിലൂടെ വേദനയുള്ള കടന്നു പോകുമ്പോൾ നമ്മൾ ഉറപ്പായി വിശ്വസിക്കണം. ദൈവവചനം പറയുന്നു, ആമേൻ, സ്തോത്രം, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് അവൻ്റെ പുത്രനെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് തന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനിൽ എത്രയധികം രക്ഷിക്കപ്പെടും. എത്രയധികം നമ്മെ രക്ഷിക്കുവാൻ, എത്രയധികം നമ്മെ സഹായിപ്പാൻ, എത്രയധികം നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. അദ്ദേഹത്തെ നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ഈ വചനം കേൾക്കുന്നതിൻ്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അനുഭവത്തിൻ്റെ സാഹചര്യങ്ങൾ ഏതു തന്നെയായാലും അതിൻ്റെ മധ്യ പാക്കാലും ഒരു വിടുതലിൻ്റെ കരം അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.